മട്ടന്നൂരിലെ സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ നിർമ്മിച്ച റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. ഒരു കുടക്കീഴിലായില്ലെന്ന് മാത്രമല്ല, ഇനി എപ്പോഴാകുമെന്നും അറിയില്ല. വിവിധ ഇടങ്ങളിലായി കിടക്കുന്ന 15 സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് റവന്യൂ ടവറിൽ പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി നൽകിയത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് റവന്യൂ മന്ത്രി കെ രാജൻ മട്ടന്നൂരിലെ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തത്. വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് മട്ടന്നൂർ നഗരത്തിൽ കിഫ്ബി സഹായത്തോടെ 34.3 കോടിയോളം രൂപ ചെലവിട്ട് റവന്യൂ ടവർ നിർമ്മിച്ചത്. ഇരിട്ടി മട്ടന്നൂർ റോഡിൽ കോടതിക്ക് തൊട്ടടുത്തായി റോഡരികിൽ ജലസേചന വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ 3 ഏക്കർ സ്ഥലത്താണ് 5 നിലകളിലായി 5234 ചതുരശ്ര മീറ്ററിലായി റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നാം നിലയിൽ AU ഓഫീസ്, SSA BRC, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയ്ക്കും രണ്ടാം നിലയിൽ ICDS ഓഫീസ്, കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്, മട്ടന്നൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും മൂന്നാം നിലയിൽ വിമാനത്താവള ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, RTO എൻഫോഴ്സ്മെന്റ് ഓഫീസ്, പഴശ്ശി ഇറിഗേഷൻ, വെക്ടർ കൺട്രോൾ ഓഫീസ്, ആർക്കിയോളജി ഓഫീസ്, മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കുമാണ് റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി ലഭിച്ചത്. ഇനി ഓരോ ഓഫീസുകൾക്കുമുള്ള ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. അതിനുശേഷം മാത്രമേ റവന്യൂ ടവർ കൊണ്ട് ലക്ഷ്യമിട്ടത് യാഥാർത്ഥ്യമാകൂ. 2018 ജൂണിലാണ് റവന്യൂ ടവർ നിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2019 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ ടവറിനും തൊട്ടടുത്ത് സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും തറക്കല്ലിട്ടു. കോവിഡ് വില്ലനായെങ്കിലും 2021 ഡിസംബറോടെ പ്രവൃത്തികൾ ദ്രുതഗതിയിലായി. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു നിർമ്മാണം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് നാളിത്രയായിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഉടൻ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ റവന്യൂ ടവറിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.